ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് എത്തിയതിനു ശേഷം അനാമികയായിരിക്കും ദേവയാനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കാരണം വല്യമ്മയെ സോപ്പിട്ട് കൂടെ നിന്നാലല്ലേ എന്തെങ്കിലും കാര്യമുള്ളൂ എന്ന് കരുതിയിട്ട് ശാപവാക്കുകളൊക്കെ പറഞ്ഞും ദേവയാനിയുടെ കാര്യങ്ങളെല്ലാം അനാമിക തന്നെ നോക്കുകയാണ്. എന്നാ രാവിലെ വല്യമ്മയെ കുളിപ്പിക്കണം, വല്യമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം അനാമിക നോക്കി ആകെ ദേഷ്യത്തിലായിരിക്കും അനാമിക. അങ്ങനെ രേവതിക്ക് വിളിക്കുന്നുണ്ട്. എന്താ മോളെ, വല്യമ്മയെ കയ്യിലെടുത്ത് എന്തെങ്കിലും കിട്ടിയോ? എന്ത് കിട്ടാൻ? പണിയെടുത്ത് എൻ്റെ നടു ഒഴിഞ്ഞു എന്നല്ലാതെ വല്യമ്മയൊന്നും എനിക്ക് തരാൻ പോകുന്നില്ല. ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാനും തരും നിനക്ക് സ്വർണം, നയനയ്ക്ക് കൊടുത്ത പോലെ തന്നെ ഞാനും തരും എന്നൊക്കെയാ പറഞ്ഞത്. എന്നിട്ട് എവിടെ സ്വർണം പോയിട്ട് ഒന്നും എനിക്ക് തരുന്നില്ല. ഈ പണിയെടുക്കുന്നത് മാത്രം മിച്ചം. അതൊന്നും നോക്കണ്ട. ഇപ്പം നീ ദേവയാനി ചേച്ചിയെ നല്ല പോലെ നോക്കിയാലേ അതിനുള്ള കാര്യം നിനക്കുണ്ടാവും. എന്തായാലും എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നീ തന്നെ നോക്കണം. എന്നെക്കൊണ്ട് പറ്റില്ലമ്മേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ മുതലേ പണിയാ, നടു ഒടിഞ്ഞു. എനിക്കാണെങ്കിൽ പണിയെടുത്ത് ശീലമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വയ്യ. അമ്മ ഒരു കാര്യം ചെയ്യേ, അച്ഛനെ കൂട്ടി ഇങ്ങോട്ട് വാ. ഇനി ഇവിടെ കുറച്ച് ദിവസം നിന്ന് പോയാൽ മതി. അയ്യോ അതൊന്നും വേണ്ട മോളെ, അമ്മയ്ക്കും ചെറുതായി നടുവേദനയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ജോലി എടുക്കാനൊന്നും പറ്റില്ല. കൊള്ളാമേ, ഞാനിവിടെ കിടന്ന് പണിയെടുക്കാന്ന് പറഞ്ഞിട്ടും ഒരു സഹായത്തിനായിട്ട് അമ്മയൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അമ്മ ഇതുവരെ വല്യമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് കാണാൻ വന്നിട്ടുണ്ടോ? ഒന്ന് വന്ന് കണ്ടിട്ടെങ്കിലും പൊക്കൂടെ? മോളത് പറഞ്ഞപ്പോഴാ ഞങ്ങൾ അങ്ങോട്ട് വരാനായിട്ട് നിൽക്കുക. ആ നയന എന്ന് പറയുന്നവള് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അടുക്കളയിലെങ്കിലും കയറിയായിരുന്നു. വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കഴിക്കാൻ നേരത്ത് ഡൈനിങ് ടേബിളിലോട്ട് വന്നിരുന്നാ മതി. പക്ഷേ ഇതല്ല. ഈ ജോലി കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ പോയി സഹായിക്കണം. ഞാനകെ പെട്ടമ്മേ. അമ്മ ഒരു കാര്യം ചെയ്യ്, എന്നെ വിളിച്ചോണ്ട് പോ. അതെന്താ മോളെ? ദേവയാനി ചേച്ചി അങ്ങനെ കിടക്കുമ്പോൾ മോൾ അവിടുന്ന് പോന്നാൽ ശരിയാവില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഇനി കുറച്ച് ദിവസം അവിടെ നിൽക്ക്, എന്തെങ്കിലും ഒരു സഹായം ആവുമല്ലോ. എന്തായാലും അച്ഛൻ്റെ അടുത്ത് പറയട്ടെ, ഞാൻ എന്നിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കാം എന്നും പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതിയും വേണുവും ദേവയാനിയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരികയാണ്. വേണുവിനെയും രേവതിയെയും കാണുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ മോളുടെ അച്ഛനും അമ്മയും വന്നോ? ഞാൻ മോളോട് ചോദിക്കാറുണ്ട്, അച്ഛനെയും അമ്മയെയും കണ്ടില്ലല്ലോ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. മോൾ എപ്പോഴും പറയാറുണ്ട് ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ഇവിടെ നടക്കുന്നൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ കുറച്ച് തിരക്കായിപ്പോയി. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കുറച്ച് ശ്രദ്ധ കൂടുതൽ വേണം. ഒരു ബിസിനസ് കൂടെ ഞാൻ തുടങ്ങിയിട്ടുണ്ടേ, അതുകൊണ്ടാ. ഞങ്ങൾക്കാണെങ്കിൽ മോളെ കാണാതിരിക്കാൻ പറ്റില്ല. പിന്നെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാഞ്ഞത്. എന്തായാലും മോളുടെ അച്ഛനും അമ്മയ്ക്കും എത്ര ദിവസം വേണമെങ്കിൽ ഇവിടെ നിൽക്കാലോ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ നിന്ന് പോയാൽ മതി. ആ അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ചേച്ചിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ചെറുതായി നടക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മോൾക്ക് എപ്പോഴും ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ സങ്കട. ഇപ്പോഴും പറയും, വല്യമ്മ എങ്ങനെയായിരുന്നു, ഇപ്പോൾ വല്യമ്മ എണീറ്റ് നടക്കാൻ പോലും ഒരാളുടെ സഹായം തേടുന്നു എന്നൊക്കെ പറഞ്ഞ് മോൾ എപ്പോഴും പരാതി പറച്ചില്ല. എനിക്കറിയാം മോൾക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന്. അതുപോലെ തന്നെയാ എനിക്ക് മോളോടും. എൻ്റെ മോളെ പോലെ തന്നെയാ ഞാൻ നിങ്ങളുടെ മോളെ കാണുന്നത്. അതിൽ ഒരു മാറ്റവും ഇല്ല. എനിക്ക് പിറക്കാതെ പോയ മോളാ ഈ അനാമിക മോള്. അത് പിന്നെ ദേവയാനി ചേച്ചി പറയണോ? ചേച്ചിയുടെ സ്നേഹം ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. മോളെ സ്വന്തം മോളെ പോലെ തന്നെയാ നോക്കുന്നതെന്ന്. എന്നാ ഇപ്പം മോള് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അനാമിക മോളാ. അതൊന്നും സാരമില്ല. ഇപ്പം എനിക്കെന്തെങ്കിലും വയ്യായി വന്നാൽ എൻ്റെ മോള് തന്നെ നോക്കണ്ടേ? അതുപോലെ തന്നെ അമ്മയെ നോക്കുന്ന പോലെ തന്നെയാ മോള് ചേച്ചിയെയും നോക്കുന്നേ. അതിലൊന്നും ചേച്ചി സങ്കടപ്പെടണ്ട. പിന്നെ അവൾക്ക് ജോലി ചെയ്യാനൊന്നും മടിയില്ലാത്ത കൂട്ടത്തിലാ. പിന്നെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ജോലിയൊന്നും ചെയ്യിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. മോളെ കൊണ്ട് ഞാൻ പറഞ്ഞതാ ജോലിയൊന്നും ചെയ്യിക്കണ്ട, ഒരാളെ നോക്കാനായിട്ട് വെക്കാം എന്നൊക്കെ. പക്ഷെ മോള് സമ്മതിക്കണ്ടേ? എൻ്റെ കാര്യങ്ങളെല്ലാം മോള് നോക്കാമെന്നാ പറയുന്നത്. പിന്നെ എനിക്കും അതാ സന്തോഷം. അതുകൊണ്ട് പിന്നെ ഞാൻ മറുത്തൊന്നും പറഞ്ഞില്ല. അല്ല ചേച്ചി, ചേച്ചിയുടെ മരുമകള് ഇങ്ങോട്ട് വരുന്ന കാര്യം ഒന്നും പറഞ്ഞു കേട്ടില്ല. അവൾ ഇനി ഇങ്ങോട്ട് വരണ്ട. ഇവര് മലയ്ക്ക് പോയതിന് ശേഷം അവളെ കൊണ്ടുവന്നാ മതിയെന്നാ ഞാൻ ആദർശിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാ അത് നടക്കാനൊന്നും പോകുന്നില്ല. അത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവളെ സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ തന്നെ നിർത്തണം. അവളില്ലാത്ത കാരണം എനിക്കിവിടെ ഒരു സമാധാനമുണ്ട്. അല്ലെങ്കിൽ അവളുടെ മുഖം ഞാൻ കാണേണ്ടി വരും. എന്നെ ഈ അവസ്ഥയിലാക്കിയതേ അവൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. പാലിൽ എനിക്ക് വിഷം കലർത്തി വെച്ചത് അവൾ തന്നെയാ എന്ന് ദേവയാനി പറയുമ്പോൾ വേണുവിന് സന്തോഷാവുന്നുണ്ട്. ഓ അതെനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. അല്ലാതെ ചേച്ചിയോട് ഇവിടെ ആർക്കാ ദേഷ്യം?
പിന്നെ പറയുന്നുണ്ട് അത് നവ്യയ്ക്ക് കലക്കി വെച്ച പാലാണെന്ന്. ഇനിയിപ്പോ നവ്യയ്ക്കൊരു കുഞ്ഞുണ്ടാവുന്നതില് നയനയ്ക്ക് വലിയ സന്തോഷമൊന്നും കാണില്ല. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്. അതില് ഏട്ടത്തിയാണല്ലോ പെട്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് വേണു ഇങ്ങനെ എരിതീയില് എണ്ണ ഒഴിക്കുന്നുണ്ട്. എന്തായാലും ഏട്ടത്തിക്ക് ലിവർ തന്ന പെൺകുട്ടിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കണം. അതെ, ആ കുട്ടിയെ എനിക്കൊന്ന് കാണണം. പലതവണയായി ഞാൻ പറയുന്നു ആ കുട്ടിയെ കാണണമെന്ന്. ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായിട്ടാണെങ്കിലും ഇനി കുട്ടിക്ക് ജോലി വേണമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കണം. അതൊക്കെ തന്നെയാ എൻ്റെ ആഗ്രഹം. ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ കുട്ടിയെ വേണം ആദ്യം പോയി കാണാൻ. ഞാനും അനാമികമോളോട് അത് പറയായിരുന്നു. ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന്. അതിനൊട്ടും മടിയില്ല എനിക്ക്. ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കള് സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അങ്ങനെയുള്ളപ്പോഴാ അറിയാത്ത എനിക്ക് ആ കുട്ടി ഇങ്ങനൊരു സഹായം ചെയ്തത്. അതിന് തിരിച്ച് ആ കുട്ടിക്ക് പ്രതിഫലം കൊടുക്കണം. ഞാൻ മരണം വരെ കടപ്പെട്ടിരിക്കുന്നത് ആ കുട്ടിയോടാ. നേരിട്ട് ആ കുട്ടിയൊന്ന് കാണണമെന്ന് തന്നെയാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അനാമികയുടെ അച്ഛനും അമ്മയും വന്നിട്ട് കുടിക്കാനൊന്നും കൊടുത്തില്ല മോളെ. മോള് കൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനൊക്കെ കൊടുക്ക്. പറഞ്ഞ പോലെ മോളുടെ അടുത്ത് കുറച്ച് ദിവസം നിന്നിട്ട് രണ്ടുപേരും പോയാൽ മതി എന്ന് ദേവയാനി പറയുന്നുണ്ട്. ആ, ഞങ്ങൾ അങ്ങനെ തന്നെ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് രേവതിയും വേണുവും അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വേണുവിനോട് അനാമിക പറയുന്നുണ്ട്, അച്ഛാ എനിക്കിവിടെ പണിയെടുത്ത് മടുത്തച്ഛ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എനിക്ക് ഓരോരോ പണിയാ. ഒന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല. എന്നെ നടു ഒടിഞ്ഞു. ഏത് നേരം അനാമികയെ അനാമിക മോളെ എന്ന് വിളിച്ചോണ്ടിരിക്കും അച്ഛാ. എനിക്ക് പറ്റുന്നില്ല. മോളെ നീ കുറച്ച് ക്ഷമിക്ക്. ഈ സമയത്തെ മോള് തന്നെയാ കൂടെ വേണ്ടത്. വയ്യാത്ത സമയത്ത് ആര് കൂടെയുണ്ടോ അവരോടാ ആൾക്ക് കൂടുതൽ സ്നേഹം തോന്നാ. അത് മോള് പിടിച്ചെടുക്കണം. പിന്നെ കിട്ടുന്ന അവസരത്തിലൊക്കെ ആ നയനയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കണം. ഇതൊക്കെ അച്ഛൻ പറഞ്ഞു തരുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. അച്ഛന് ഇനിയും ഒരുപാട് കടങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടണ്ടേ. മോൾക്ക് ഏത് കാലത്തും ഈ ആനന്ദപുരിയിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനിയുമായിട്ട് മോൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ മോൾക്കും നല്ലൊരു ജീവിതം വേണ്ടേ? അതിനായിട്ട് നമുക്ക് പൈസ വേണം. അതിന് മോള് ഏത് മാർഗവും സ്വീകരിക്കണം. വല്യമ്മ വഴി മോൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് കാര്യമല്ലേ? അതുകൊണ്ടാ ഞാൻ പറയുന്നേ വല്യമ്മയെ സോപ്പിട്ട് കൂടെ തന്നെ നിൽക്കണമെന്ന്. എന്നാ ദേവയാനി വെള്ളം കുടിക്കാനായിട്ട് കുപ്പി എടുക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് വെള്ളം എടുക്കാൻ അടുക്കളയിലോട്ട് ദേവയാനി വരുവാണ്. ദേവയാനിക്ക് ഇപ്പോൾ പതിയെ നടക്കാനൊക്കെ പറ്റും. അച്ഛാ, ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നതേ ആ നയനയാണ് പാലിന് വിഷം കലർത്തിയതെന്നാ വല്യമ്മ. നമ്മളാണെന്ന് അറിഞ്ഞാ ഇതായിരിക്കില്ല നടക്കാൻ പോകുന്നേ. ഇത് കേട്ട് ദേവയാനി വരുന്നുണ്ട്. ആകെ ഒരു ഷോക്കിലായിരിക്കും ദേവയാനി നിൽക്കുന്നുണ്ടായിരിക്കുക. അച്ഛാ, അതിന് വലിയ തെളിവൊന്നുമില്ലാത്ത കാരണം നമ്മൾ രക്ഷപ്പെട്ടതാ. എന്നാ ആദർശേട്ടനും മുത്തശ്ശനൊന്നും അത് വിട്ടിട്ടൊന്നുമില്ല. വല്യമ്മ ഓക്കെ ആയതിനു ശേഷം വേണം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനെന്ന് ആദർശേട്ടൻ 2 ദിവസം മുൻപ് കൂടെ പറഞ്ഞേ ഉള്ളൂ. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. മോളെ, നീ ഒന്ന് പതുക്കെ പറ. നീ ആയിട്ട് തന്നെ എല്ലാവരെയും അറിയിക്കില്ലേ? അതൊന്നും പിടിക്കാൻ പോകുന്നില്ല. അതിനെന്താ തെളിവുള്ള? ഇത് കേട്ട് ദേവിയാനി ഞെട്ടി നിൽക്കുകയാണ്. ദേവയാനി ദേഷ്യത്തോടു കൂടി അനാമികയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട്. നീ എന്താ പറഞ്ഞേ? നീ ഇപ്പൊ നിന്റെ അച്ഛൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ? അയ്യോ വല്യമ്മ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പാലില് വിഷം കലർത്തിയത് നീയാണെന്നല്ലേ പറഞ്ഞത്? അല്ല വല്യമ്മേ, അത് നീയാണല്ലേ അപ്പോ എന്നെ കൊല്ലാൻ നോക്കിയത് എന്നും പറഞ്ഞ് അനാമികയെ കാരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്.